നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്കുള്ള പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂൺ മാസത്തെ അത്തം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കന്നിക്കൂറാണ്. കന്നിക്കൂറുകാർക്ക് അഷ്ടമവ്യാഴമായിരുന്നു. അപ്പോൾ ഈ മെയ് 1-ാം തീയതിയാണ് 9-ാം ഭാവത്തിലേക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം വന്നിരിക്കുന്നത്. അപ്പോൾ അത് കാരണം ദൈവാധീനം വർദ്ധിച്ചിട്ടുണ്ട്. ഈ മാസത്തിൽ നല്ല രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. കാരണം ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ബുധൻ പഞ്ചമഹാപുരുഷത്തിലെ ഭദ്രായോഗം ചെയ്തും നിപുണായോഗം ചെയ്തിട്ടുമാണ് ചന്ദ്രൻ ലഗ്നാൽ 10-ൽ നിൽക്കുന്നത്. അപ്പോൾ ലഗ്നാധിപതി ബലവാനായി പഞ്ചമഹാപുരുഷത്തിലെ ഹംസായോഗം ചെയ്തു നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുണ്ടായിരുന്നു. ബുധന് പറഞ്ഞിരിക്കുന്ന സേനാനായകത്വമായതുകൊണ്ട് ചെയ്യുന്ന തൊഴിലിൽ നേതൃസ്ഥാനത്ത് എത്തിച്ചേരാനും മറ്റുള്ളവരെ നിയന്ത്രിക്കാനും സ്വയം ഒരാളുടെ കീഴിൽ നിന്ന് പ്രവർത്തിക്കാതെ ചെയ്യുന്ന പ്രവൃത്തിയിൽ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലും സ്വന്തം വാക്കിന് വിലയുണ്ടാകുകയും തൊഴിൽ മേഖലയിൽ നല്ല സംസാരം കൊണ്ട് നമ്മളുടെ സംസാരം മറ്റുള്ളവർ അംഗീകരിക്കുന്ന അവസ്ഥയുണ്ടാകുകയും ആ സംസാരത്തിനനുസരിച്ചുള്ള പെരുമാറ്റം കൊണ്ട് മറ്റുള്ളവർക്ക് നമ്മളോട് താല്പര്യം തോന്നുകയും അതിൻ്റെ ഫലമായിക്കൊണ്ട് സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ, തൊഴിൽ അഭിവൃദ്ധി, ഉയർച്ച എന്നീ കാര്യങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. 15-ാം തീയതിയാണ് ആദിത്യൻ 10-ാം ഭാവത്തിൽ ബുധനോട് ചേർന്ന് നിപുണായോഗം ചെയ്ത് നിൽക്കുന്നത്. അതേപോലെ തന്നെ 12-ാം തീയതി തന്നെ ശുക്രൻ ബുധനോട് യോഗം ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ ബുധശുക്ര യോഗം വന്നു. ഭാഗ്യ കർമാധിപന്മാർ ഒരുമിച്ച് യോഗം ചെയ്ത് വരികയും നിവർത്തി സ്ഥാനാധിപതിയായിരിക്കുന്ന വ്യാഴം ഭാഗ്യസ്ഥാനത്ത് വരികയും ചെയ്യുന്നത് കാരണമുണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനും തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകാനും മാനസികമായിട്ട് സന്തോഷം ഉണ്ടാകാനും ഒക്കെ അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് യോഗമുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് അഷ്ടമത്തിൽ വ്യാഴം നിന്നിരുന്നതാണ്. കാരണം കൊണ്ട് കഴിഞ്ഞൊരു വർഷത്തേക്കൊന്നും അത്ര അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ പറയാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ ഈ വർഷത്തിൽ 2024 മുതലാണ് ദൈവാധീനം വർദ്ധിച്ചിട്ടുള്ളത്. അതും മെയ് മാസത്തിന് ശേഷം. അതിലേറ്റവും കൂടുതൽ അനുകൂലമായിരിക്കുന്ന ഗുണം അനുഭവിക്കാൻ പറ്റുന്ന ഒരു മാസമാണ് ജൂൺ മാസം. കാരണം ഈ മാസത്തിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ മാനസികമായിട്ടുള്ള സന്തോഷം അനുഭവിക്കാനും സാമ്പത്തികമായിരിക്കുന്ന വർധനവിനും യോഗമുണ്ട്. അതിനോടൊപ്പം തന്നെ പൂർവ്വ പുണ്യസ്ഥാനാധിപതി സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത്, ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ പൂർവ്വപുണ്യങ്ങളുടേതായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. നിപുണായോഗമുണ്ട്. ബുധശുക്ര യോഗം വന്നത് കാരണം കലാരംഗത്ത് പ്രവർത്തിയെടുക്കുന്നവർക്ക് ശോഭിക്കാനായിട്ട് സാധിക്കും. എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും. അതേപോലെ ദാമ്പത്യ സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. ഇതൊക്കെയാണെങ്കിലും ലഗ്നത്തിൽ ഘണ്ണകാരകനായിരിക്കുന്ന കേതുവും ബാധയിൽ രാഹു നിൽക്കുന്നതാണ്. നാഗദോഷം കുറച്ച് പ്രബലമാണ്. ശത്രുദോഷം പോലെയുള്ള പ്രശ്നങ്ങളുള്ളത് കാരണം ഇടയ്ക്കിടയ്ക്ക് തലവേദന, കഫക്കെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അലർജി പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ നടുവേദന പോലെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗമുണ്ട്. അഷ്ടമാധിപതി സ്വക്ഷേത്ര ബലവാനാണ്. പക്ഷേ അഷ്ടമാധിപതി ബലവാനായി നിൽക്കുന്നതിനോടൊപ്പം തന്നെ ലഗ്നാധിപതിയും ബലവാനായി നിൽക്കുന്നത് കാരണം ലഗ്നാധിപശ്ച മൃതിപശ്ചമിതസമേതോ, ലഗ്നാധിപതിയും അഷ്ടമാധിപതിയും ബലവാന്മാരായി നിൽക്കുകയോ ഒരുമിച്ച് നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ദീർഘായുർയോഗത്തെ കൊടുക്കുന്ന ഒരു യോഗം കൂടി ആയത് കാരണം കൊണ്ട് വലിയ ദോഷമില്ല. ലഗ്നാധിപതി ബലഹീനനാകുമ്പോഴാണ് അഷ്ടമാധിപതി ബലവാനായാൽ വലിയ പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകുക. അപ്പോൾ ഇപ്പോൾ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെയാണ് ഉള്ളത്. എന്നാൽ നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതുപൂജ ചെയ്യാനും അതിനോടൊപ്പം തന്നെ നാഗപൂജ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ബാധാസ്ഥാനത്ത് നിൽക്കുന്ന രാഹു ആയത് കാരണം കൊണ്ട് നാഗദോഷം കുറച്ച് പ്രബലമാണ്. എന്ത് കാര്യത്തിനും ആദ്യം ഒരു മുടക്കം ഉണ്ടാക്കാനുള്ളൊരു സാധ്യത ഈ നാഗദോഷം കാരണം കൊണ്ട് അതിന് പരിഹാരം ചെയ്യണം. അതുപോലെ തന്നെയാണ് ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതു ലഗ്നത്തിൽ നിൽക്കുമ്പോൾ വിപരീത സ്വഭാവമാണ്. സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മാനസികമായിട്ട് ഈ ടെൻഷൻ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ കൃത്യതയ്ക്ക് ബാധിക്കും എന്നുള്ളത് കാരണം കൊണ്ട് തന്നെ നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതു പൂജ ചെയ്യുന്നത് നന്നായിരിക്കും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കുന്ന സമയമാണ്. കാരണം 2-ാം ഭാവാധിപതി ബുദ്ധികാരകനായിരിക്കുന്ന ബുധനോട് യോഗം ചെയ്താണ് നിൽക്കുന്നത്. ദാമ്പത്യ സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന സമയമാണ്. ഭാര്യ കുടുംബത്തിൽ നിന്ന് അനുകൂലമായിരിക്കുന്ന നിലപാടുകൾ ഉണ്ടാകും. മാനസികമായിട്ടുള്ള സന്തോഷമുണ്ടാകും. എന്തായാലും ഈ മാസത്തിൽ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ അത്തം നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. കേതുപൂജ, നാഗപൂജ എന്നീ പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.